പാരായണവും വിശുദ്ധമായ ഖുർആന്റെ തജ്വീദ് പഠനവും അതോടൊപ്പം ഖുർആൻ പാരായണ മത്സരങ്ങളുമൊക്കെ വളരെ വ്യവസ്ഥാപിതമായി കൊണ്ട് വിശുദ്ധമായ റമദാനോടനുബന്ധിച്ചുകൊണ്ട് നമ്മുടെ സംഘടന വളരെ ശ്രദ്ധേയമായ രീതിയിൽ തന്നെ വർഷങ്ങളായി കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആൻ ടാലന്റ് ഷോ എന്ന് പറയുന്ന കൃത്യമായൊരു പദ്ധതി നമ്മുടെ സംഘടനയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊണ്ട് നാം നിർവഹിക്കപ്പെടുന്ന വളരെ ശ്രദ്ധേയമായ ഒരു പദ്ധതി കൂടെയാണ്. നമ്മുടെ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടുന്ന നമ്മുടെ അഭിനന്ദനായ MP-യും വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട SKSBVയുടെ പ്രവർത്തകരുടെ ആവേശവുമായ പ്രിയപ്പെട്ട MP അബ്ദുസ്സമദ് സമദാനി സാഹിബ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. സംഘാടക സമിതിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട MP-യെ ആദരപൂർവ്വം ഹൃദയപൂർവ്വം ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സംഘടനയുടെ വ്യത്യസ്തങ്ങളായ പദ്ധതികളെ വിദ്യാർത്ഥികളിലേക്ക് വളരെ കൃത്യമായി കൊണ്ട് എത്തിച്ചുകൊണ്ട് ഈ ബാലപ്രസ്ഥാനത്തെ ഒരു വലിയ മുന്നേറ്റ പ്രസ്ഥാനമായി കൊണ്ട് നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിയണം. വിദ്യാർത്ഥികളുടെ കഴിവുകൾ, അവരുടെ അഭിരുചികൾ വികസിപ്പിക്കുകയും സർഗാത്മകമായി കൊണ്ട് അവർക്കാവശ്യമായി കൊണ്ടുള്ള വ്യത്യസ്തങ്ങളായ പദ്ധതികളെ രൂപീകരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ആർട്സ് മാനിയ എന്നുള്ള പേരിൽ അവരുടെ സർഗ കഴിവുകളെ വികസിപ്പിക്കുന്നതിന് വേണ്ടി നാം പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്തവും വളരെ കൃത്യമായി കൊണ്ടുമുള്ള പദ്ധതികളാണ് SKSBV കഴിഞ്ഞ മുന്നോട്ടുള്ള അതിൻ്റെ കഴിഞ്ഞ വഴികളിലൊക്കെ അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുഴുവൻ കർമ്മ പദ്ധതികളെയും താഴെത്തട്ടിലേക്ക് എത്തിച്ചുകൊണ്ട് വിജയകരമായി അതിനെ പൂർത്തീകരിക്കുവാൻ, അതിൻ്റെ ഫലപ്രദമായി കൊണ്ടുള്ള മുന്നേറ്റമുണ്ടാക്കുവാൻ, അതിൻ്റെ ആ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. നാം വളരെ കൃത്യമായി കൊണ്ട് നടത്തപ്പെടും നമ്മുടെ ജ്ഞാനതീരം ടാലന്റ് സെർച്ച് വിദ്യാർത്ഥികളിൽ നിന്ന് മദ്രസാതലത്തിൽ നിന്ന് തന്നെ കുട്ടികളെ മത്സര പരീക്ഷകൾക്ക് ഒക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന വളരെ ശ്രദ്ധേയമായ 1.5 വർഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ജ്ഞാനതീരം ടാലന്റ് സെർച്ച് ഏറെ ശ്രദ്ധേയമായ ഒരു പദ്ധതിയാണ്. വിദ്യാർത്ഥികളുടെ കഴിവുകളെ വികസിപ്പിക്കുന്നതിൽ, അവരുടെ അഭിരുചികളെ എല്ലാ അർത്ഥത്തിലും വളർത്തിക്കൊണ്ടുവരുന്നതിൽ നമ്മുടെ ആ മത്സര പരീക്ഷയ്ക്ക് സാധ്യമായിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്തവും വ്യവസ്ഥാപിതവുമായ വിവിധ പദ്ധതികൾ വിദ്യാർത്ഥികളുടെ മദ്രസാ വിദ്യാർത്ഥികളുടെ പുരോഗതിക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി സംഘടന കഴിഞ്ഞ 3 പതിറ്റാണ്ടിലധികം കാലമായി വളരെ ഭംഗിയായി കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലെല്ലാം നമ്മൾ ഓരോരുത്തരും മദ്രസാതലം മുതൽ സംസ്ഥാന തലം വരേക്കുമുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും വളരെ വിജയകരമായി പൂർത്തിയാക്കുവാൻ അതിൻ്റെ കർമ്മ പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധ്യമാവണം. അതിനായിരിക്കട്ടെ നമ്മുടെ ഒരുമിച്ച് കൂടലും നമ്മുടെ ഈ പ്രവർത്തനങ്ങളുമെല്ലാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട MP അബ്ദുസ്സമദ് സമദാനി സാഹിബ് അവർ ഒരിക്കൽ കൂടെ അദ്ദേഹത്തെ വേദിയിലേക്ക് സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഊസിക്കും ബിദ്ദുവ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാടിൻ്റെ മക്കൾ നന്മയുടെ പൂക്കൾ എന്ന ശീർഷകത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അന്താരാഷ്ട്ര സമ്മേളനത്തോടനുബന്ധിച്ച് നൽകപ്പെടുന്ന ജെൻസി അസംബ്ലി എന്ന ഈ സെഷൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ബഹുമാന്യനായ ജനാബ് MP അബ്ദുസ്സമദ് സമദാനി MP അവർകൾ സദസ്സിനെ അഭിമുഖീകരിക്കുന്നു. ഹൃദയപൂർവ്വം ബഹുമാന പുരസ്സരം സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വനബിയ്യിനാ വഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ റഹ്മത്തുൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
സമസ്തയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് 100ാം വാർഷിക മഹാസമ്മേളനത്തിൻ്റെ ഭാഗമായി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള നാടിൻ്റെ മക്കൾ നന്മയുടെ പൂക്കൾ എന്ന ശീർഷകത്തെ എന്ന പ്രമേയത്തെ ആധാരമാക്കി ഇവിടെ നടക്കുന്ന SKSBB സമ്മേളനത്തിൻ്റെ ആധ്യക്ഷം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട ചെയർമാൻ സയ്യിദ് നിയാസ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, ഇവിടെ പ്രാർത്ഥന നിർവഹിച്ച അഭിവന്ദരായ ഉസ്താദ് അബ്ദുൽ ഖാദിർ ഖാസിമി വെന്നിയൂർ അവർകളെ, ആമുഖ പ്രഭാഷണം നിർവഹിച്ച SKSBBയുടെ ജനറൽ കൺവീനർ പ്രിയപ്പെട്ട അനീസ് ഫൈസി മാവണ്ടിയൂർ, വേദിയിലുള്ള ബഹുമാനപ്പെട്ട SK ബഷീർ, ബഹുമാനപ്പെട്ട മഅ്മൂൻ ഹുദവി വണ്ടൂർ, ബഹുമാനപ്പെട്ട ഡോക്ടർ ഹസൻ ബസരി, ബഹുമാന്യരായ സിനാൻ കോട്ടൂർ, റിസൽദാർ അലി, TK മുഹമ്മദ് കുട്ടി ഫൈസി പട്ടാമ്പി, ഹംസക്കോയ ദാരിമി ലക്ഷദ്വീപ്, ഹംസക്കോയ ഫൈസി അഗത്തി, സയ്യിദ് അബ്ദുൽ കരീം, സയ്യിദ് റൈഹാൻ തങ്ങൾ, ഖലീൽ ദാരിമി ബെളിഞ്ച, ജമാൽ ദാരിമി, ഹർഷാദ് കുറ്റിക്കടവ് അടക്കം അഭിവന്ദരായ സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളടക്കം വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഇത് വളരെ സന്തോഷമുളവാക്കുന്ന ഒരു സദസ്സാണ്. സമസ്തയുടെ 100ാം വാർഷികം നാട് മുഴുവൻ ഉറ്റുനോക്കുന്ന മഹാസംരംഭം കാസർഗോഡ് നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി കൊച്ചുകുട്ടികളുടെ ഇതുപോലൊരു സംഗമം സംഘടിപ്പിച്ച SKSBB ഭാരവാഹികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നാനാവിധ സമ്മേളനങ്ങൾ നടക്കുന്ന സമസ്തയുടെ 100ാം വാർഷികത്തിൽ ഇതുപോലുള്ള ഒരു സെഷൻ, ഇതുപോലുള്ള ഒരു സംഗമം എന്തുകൊണ്ടും അനിവാര്യമാണ്. അത് ഭാവിയിലേക്ക് വളരെ പ്രത്യാശ നൽകുന്നതാണ്. ഞാൻ ദീർഘമായൊരു ഉദ്ഘാടന പ്രസംഗത്തിന് മുതിരുന്നില്ല, അതിൻ്റെ പ്രസക്തിയുമില്ല. ഇവിടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സയ്യിദ് നിയാസ് അലി ശിഹാബ് തങ്ങൾ അവർകൾ സംസാരിച്ചു. അനീസ് ഫൈസി മാവണ്ടിയൂർ അവരുടെ ആമുഖം നടന്നു കഴിഞ്ഞു. ഇനി വിഷയത്തെ അധികരിച്ചുള്ള പ്രസംഗങ്ങളാണ് നടക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ചർച്ചയ്ക്ക് വെച്ചിട്ടുള്ളത്. വൈബിൻ്റെ പിറകെയോ നമുക്കുണ്ടൊരു വഴി. SK ബഷീർ സാഹിബും മഅ്മൂൻ ഹുദവി സാഹിബും ഇവിടെ സംസാരിക്കാനിരിക്കുകയാണ്. കുട്ടികളുടെ ചിറ്റ് ചാറ്റ് പരിപാടിയും ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്.